ഹലോ, ഗുഡ് ഈവനിങ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ ഹലോ, ഓഡിബിൾ ആണോ? കേൾക്കാം. ഓക്കെ. സോ ലാസ്റ്റ് നമ്മൾ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റൈലിങ്ങും കാര്യങ്ങളായിരുന്നു മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തായിരുന്നത്. ഇതൊക്കെയായിരുന്നു നമ്മൾ ലാസ്റ്റ് ചെയ്തായിരുന്നത്. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നത് കാർട്ടിന് പകരം കാർട്ടിന്റെ സിമ്പലും അതേപോലെ ഈ സെർച്ചിന് പകരം സെർച്ചിന്റെ ഐക്കണും കൊടുക്കാമെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. സോ നമുക്കിനി അതെങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. സോ ഐക്കൺ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോണ്ട് ഓസം എന്ന് പറയുന്ന സൈറ്റ് ഉണ്ട്. സോ അവിടെ നോക്കാം. കണ്ടോ, ഫോണ്ട് ഓസംസിൽ നമുക്ക് ഫ്രീ ഐക്കൺസ് അവൈലബിൾ ആണ്, സെർച്ച് ഐക്കൺസ് ഉണ്ട്, അങ്ങനെ ഒത്തിരി ഐക്കൺസ് നമുക്ക് ഈ ഒരു സൈറ്റിൽ അവൈലബിൾ ആണ്. സോ നമുക്ക് അതൊന്ന് ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഐക്കൺസ് ക്ലിക്ക് ചെയ്യാം. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഐക്കൺസ് ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ക്ലാസിക് ആയിട്ടുള്ള ലൈക്ക് ഹോമിന്റെ, ക്യാമറേന്റെ പിക്ചർ വേണമെങ്കിൽ, കലണ്ടറിന്റെ, അതേപോലെ ഒത്തിരി ഐക്കൺസ് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. നമുക്ക് ഏതാണോ വേണ്ടത് അത് നോക്കിയിട്ട് ചൂസ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. പല ഫോമാറ്റിൽ ഐക്കൺസും പല രീതിയിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. സോ ഇതുപോലെ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഇങ്ങനെ മാനുവലി നമുക്ക് സെർച്ച് ചെയ്യാൻ മടിയാണെങ്കിൽ എന്ത് ചെയ്യുക, ഏറ്റവും ടോപ്പിൽ ഒരു സെർച്ച് ഓപ്ഷൻ ഉണ്ട്, ഇവിടെ സെർച്ച് ചെയ്യാം. നമുക്ക് വേണ്ടത് എന്താണ്, കാർട്ടാണ് അല്ലേ? സോ കാർട്ട് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യാം. സോ പെയ്ഡ് ഉണ്ടാവും, ഫ്രീ ആയിട്ടുള്ളതും ഉണ്ടാവും. സോ ഫ്രീ ആയിട്ടുള്ളത് നോക്കണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കണ്ടോ, കാർട്ടിൻ്റെ ഒത്തിരി ഉണ്ട്. ഇവിടെ ഫ്രീ ആയിട്ടുള്ളത് ഉണ്ട് 2 ഇവിടെയുണ്ട് ഫ്ലാറ്റ് ആൻഡ് കാർട്ടായിട്ടുള്ളത്. താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് പോവുക, എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ പെയ്ഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെയ്ഡ് എടുക്കാം. എല്ലാം പ്രോ ആണ്. സോ നമുക്ക് ഏറ്റവും ഫസ്റ്റ് തന്നെ എടുക്കാം. ഓക്കെ, സോ ഇത് ഒരെണ്ണെടുത്ത് നോക്കുന്നുണ്ട്, ചുമ്മാ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഉണ്ടോ ഒരു ഐക്കൺ പോലെ ഉണ്ട്. സോ ഈ ഒരു ഐ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്യും. ഇതാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു സ്നിപ്പറ്റ്, ഈ ഒരു കോഡ് ഉണ്ടല്ലോ ക്ലാസ്, അത് നമ്മൾ കോപ്പി ചെയ്യുവാണ് ചെയ്യുന്നത്. സോ നമുക്ക് ഇതല്ല വേണ്ടത്, നമുക്ക് വേണ്ടുന്ന ഐക്കൺ ചൂസ് ചെയ്യുക. സോ ഫസ്റ്റ് വൺ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. സോ അതുപോലെ അതിനൊരു ഐക്കൺ കണ്ടോ, ഒരു കുരയുണ്ട്. സോ അത് വേണമെങ്കിൽ എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. ഓക്കെ, ഇതേപോലെ SVG, റിയാക്ട് കൊറി, ഇതേപോലെ വ്യൂ കൊറി ഒക്കെ ആയിട്ട് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. സ്റ്റാർട്ട് യൂസിങ് ഐക്കൺ കൊടുക്കുക, ദിസ് ഐക്കൺ കൊടുക്കുക. നമുക്കിവിടെ ഒരു പാട്ട് കിട്ടും. ഇതിപ്പോ CSS ആയിട്ടാണ്, അതല്ലാതെ നമുക്ക് ഓൺലൈൻ ലിങ്ക് ആഡ് ചെയ്യാം. അതായിരിക്കും കുറച്ചൊരു ബെറ്റർ എന്ന് തോന്നുന്നു. സോ ഓൺലൈൻ ലിങ്ക് നോക്കുന്നതായിരിക്കും കുറച്ചൊരു ബെറ്റർ. ഓക്കെ, ഇതിലിപ്പോൾ ഒരു ലിങ്ക് ബാക്ക് ടു അവർ പേജിലേക്ക് പോവാം. CDN ലിങ്ക് കിട്ടും.
ഇതാണ് നമുക്ക് ആഡ് ചെയ്യേണ്ടത്. സോ നമുക്കൊന്നും കൂടി കാർട്ട് സെർച്ച് ചെയ്ത പോലെ തന്നെ സെർച്ചും കൂടി ഒന്ന് നോക്കാം. ഇവിടെ ഒത്തിരി അവൈലബിൾ ആണ്. നമുക്കിത് ചൂസ് ചെയ്യാം കേട്ടോ. നമ്മളിതാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിനു മുമ്പ് ഇവിടെ ഒരു ഡോഗ്സ് കാണാം. ഡോഗ്സ് എടുക്കുക. ഓക്കെ, CDN ലിങ്ക് ഉണ്ട്. ആ ഒരു ലിങ്ക് ആയിരുന്നു ഞാൻ ജസ്റ്റ് തപ്പിക്കൊണ്ടിരുന്നത്. യൂസ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. സോ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള ഫോളോ അപ്സ് നമുക്ക് കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും. എങ്ങനെയാണെന്നുള്ള യൂട്യൂബ് വീഡിയോ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ദെൻ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു ഐക്കണ്ട ആ ഒരു ലിങ്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചൂസ് ചെയ്യുക. ദെൻ കോപ്പി പേസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ആ ക്ലാസ് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യാം, എന്നിട്ട് ബാക്കി സ്റ്റെപ്പ് ചെയ്യാം കേട്ടോ. സോ അതിന് വേണ്ടിയിട്ട് ബാക്ക് അടിക്കുന്നുണ്ട്. ഓക്കെ, ഇത് എടുക്കുന്നുണ്ട്. മാഗ്നിഫൈങ് ഗ്ലാസ് ആണ് എടുക്കുന്നത്. അയ്യോ പോയി. കോപ്പി ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യുക, ആ ഒരു ഐ ടാഗ് നമുക്കിനി എന്ത് ചെയ്യണം, പേസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. സോ സെർച്ചിന് പകരം നമുക്കിനി വേണ്ടത് ആ ഒരു ഐ ടാഗ് ആണ്. സോ എന്ത് ചെയ്യുക, ബാക്ക് ടു നമ്മുടെ ക്വറിയിലേക്ക് പോവുക. നമുക്ക് ആ CDN ആഡ് ചെയ്യാനുണ്ട് കേട്ടോ, അത് വിട്ട് പോകരുത്. നമ്മൾ ബാക്ക് ടു നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റ് പേജ് അല്ല, നൗ ബാറിലേക്ക് പോകുന്നുണ്ട്. അവിടെ സെർച്ചിൻ്റെ ഓപ്ഷൻ അവിടെ കാർട്ട് കഴിഞ്ഞിട്ട് യെസ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ റിഫ്രഷ് ചെയ്ത് നോക്കാം വരുന്നുണ്ടോന്ന്. എന്നിട്ട് നമുക്ക് അതിൻ്റെ CDN നമുക്ക് കൊടുക്കാം കേട്ടോ. റണ്ണായിട്ടുണ്ടോ എന്നോട് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഇത് കണ്ടോ, നമ്മൾ സെർച്ചിൻ്റെ അവിടെയാണ് കൊടുത്തത്, ബട്ട് ആ ചേഞ്ചസ് എഫക്റ്റ് ആയിട്ടില്ല. സോ നമുക്ക് CDN ലിങ്ക് ഒന്ന് ബ്രൗസ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് HTTPS ആ ലിങ്ക് ഞാൻ ഡയറക്റ്റ്ലി സെർച്ച് ചെയ്യുവാണ്. സോ kit.foundawesome.js. ഓക്കെ,
ഫോണ്ടോസം CD എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുന്നുണ്ട്. ഇവിടേക്ക് പോവാ. then അതിന്റെ കറസ്പോണ്ടിങ് CDN കണ്ടോ? CDN ലിങ്ക്സ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എന്തിന്റെ ആയിരുന്നു? സെർച്ചിന്റെ ആയിരുന്നു അല്ലേ? ക്ലൗഡ്ഫ്ലയറിന്റെ. ഓക്കെ, ഈ ഒരു ലിങ്ക് ഞാനിപ്പോൾ കോപ്പി ചെയ്യുന്നുണ്ട്. കോപ്പി ചെയ്യാം. ദെൻ എല്ലാ ടൈപ്പും ഉണ്ട്. സോ അത് കോപ്പി ചെയ്താൽ മതി. ഇനി എന്ത് ചെയ്യുക? നമ്മുടെ base.html അത് ആഡ് ചെയ്യേണ്ടതുണ്ട്. സോ base.html പോവാ. ഇവിടെ എന്ത് ആഡ് ചെയ്യാം? ലിങ്ക് സ്റ്റൈൽ ഷീറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. hrefന്റെ അവിടെ സജഷൻ വരുന്നുണ്ട്. സോ പേസ്റ്റ് ചെയ്യാം. സോ ആ ലിങ്ക് നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് നമുക്കൊന്നും കൂടി നമ്മുടെ ബ്രൗസർ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. സോറി, ഇതല്ല. കണ്ടോ? സെർച്ചിന്റെ ഐക്കൺ വന്നത് കണ്ടോ? ഇനി നമുക്ക് ആ സെർച്ച് എന്നുള്ള ടെക്സ്റ്റ് നമുക്ക് കളയാം. നമുക്ക് ഇനി അതിൻ്റെ ആവശ്യമില്ല. ഇതാണ് ഡയറക്റ്റ് ആ സെർച്ച് ഐക്കൺ മതി നമുക്ക്. ഓക്കെ, then എന്ത് ചെയ്യുക? ബ്രൗസറിൽ പോയിട്ട് ഒന്നുകൂടി റിഫ്രഷ് ചെയ്യാം. സോ സെർച്ചിന് പകരം നമ്മളവിടെ സെർച്ചിന്റെ ഐക്കൺ ഇപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇനി ഇത് സെയിം പാറ്റേണിൽ തന്നെ നമുക്ക് യുവർ കാർട്ടിന് പകരം കാർട്ടിന്റെ ഐക്കൺ ആണ് ഇനി അവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. സോ ഫോണ്ട് ഓപ്ഷൻസിൽ പോവാ. ഒഫീഷ്യലി ഇത് പോവുക. ഒഫീഷ്യൽ സൈറ്റ്, അതായത് ഒഫീഷ്യൽ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന ആ ഒരു പോർഷനിലേക്ക് പോവുക. ദെൻ എന്ത് ചെയ്യുക? സെർച്ചിന്റെ അവിടെ കാർട്ട് സെർച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ദെൻ ഫസ്റ്റത്തെ കാർട്ട് എടുക്കുക. അതിൻ്റെ ഈ ഒരു ഐക്കണിന്റെ ആ ഒരു സ്നിപ്പറ്റ് കോപ്പി ചെയ്യുക. ദെൻ ബാക്ക് ടു അവർ ക്വറി, ഇവിടെ യുവർ കാർട്ടിന് പകരം എന്ത് കൊടുക്കുക? ആ ഒരു ഐക്കൺ സിമ്പിൾ കൊടുക്കുക. ഓക്കെ, നമുക്ക് റിഫ്രഷ് ചെയ്യാം. കണ്ടോ? കാർട്ടിന്റെ സിമ്പിൾ ആയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് ഐക്കൺസ് വേണമെങ്കിൽ നിങ്ങളുടെ പ്രൊജക്റ്റിൽ ആഡ് ഓൺ ചെയ്യാവുന്നതാണ് കേട്ടോ. സോ സെർച്ചിന്റെ അവിടെയും നമ്മൾ എന്ത് ചെയ്തു? ഐക്കൺ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താണ്, കാർട്ടിന്റെ അവിടെയും നമ്മൾ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്നുമില്ല, നമ്മൾ ആ ഒരു ഐ ടാഗ് എന്ത് ചെയ്തു? നമ്മുടെ ആ ഒരു മെയിൻ പേജിൽ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തു. ദെൻ അതിനുശേഷം നമ്മൾ base.html ആ ഫോണ്ടോസിന്റെ കറസ്പോണ്ടിങ് CDN ലിങ്ക് നമ്മൾ നോർമലി ബൂട്ട് സ്ട്രാപ്പ് കണക്ട് ചെയ്യുന്ന പോലെ തന്നെ ഇതിട്ട് ഏത് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഫസ്റ്റത്തെ യൂസ് ചെയ്തു എന്ന് മാത്രം. ഈ ഒരു CDN ലിങ്ക് എന്ത് ചെയ്തു? കോപ്പി ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മുടെ base.html ലിങ്ക് ആയിട്ട് ആഡ് ചെയ്യുവാണ് ചെയ്തത്. സോ ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ വേണം ആഡ് ചെയ്യാൻ. ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ ലിങ്ക് സ്റ്റൈൽ ഷീറ്റിന് കൊടുത്തിട്ട് hrefൽ ആ ഒരു ലിങ്ക് നമ്മൾ ആഡ് ഓൺ ചെയ്ത് കൊടുത്തു. ഇത്രയാണ് ചെയ്തത്. ദെൻ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ ആ ഒരു കറസ്പോണ്ടിങ് ഔട്ട്പുട്ടിൽ ആ ഒരു ഐക്കൺസ് ആഡ് ആയി കിട്ടിയിട്ടുണ്ട്. സോ CDN ലിങ്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഐക്കൺസിനെയൊക്കെ നമ്മുടെ പ്രൊജക്റ്റിലേക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റും. സോ സെർച്ച് ഐക്കൺ, സെർച്ച് ടെക്സ്റ്റിന് പകരം നമ്മൾ സെർച്ച് ഐക്കൺ ആക്കിയിട്ടുണ്ട്. ഇനി ഷോപ്പിംഗ് കാർട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇതേപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ അതിൽ സ്റ്റൈലിംഗ് ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. സോ പറയുകയാണെങ്കിൽ ക്വറി എടുത്തിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. ബാറിൽ പോവാ. ഇതിൽ ഇതിലിപ്പോൾ ഇത്രയും മതി. ഇതിലിപ്പോൾ കളയാനായിട്ട് ഒന്നും അങ്ങനെ ഇല്ല. നമുക്ക് ഈ ഒരു ക്വറി തന്നെ യൂസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് പേജിനേറ്റർ ആഡ് ചെയ്യാം. പേജിനേറ്റർ എന്താന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ് പേജിനേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്തായിരിക്കും പേജിനേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ഒരു പേജിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ട ഒരു കണ്ടന്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ.
സോ അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. അതായത് നമ്പർ ഓഫ് പ്രൊഡക്ട്സ് ഒരു പേജിൽ നമുക്കിപ്പോൾ ഇവിടെ നമ്മുടെ പ്രൊഡക്ട്സിന്റെ കൗണ്ട് കുറവാണ് അല്ലേ. സോ 3 പ്രൊഡക്ട്സ് നമ്മൾ ടോട്ടൽ ആഡ് ചെയ്തിട്ടുള്ളൂ. ബട്ട് നമുക്ക് ഇങ്ങനെയല്ല വേണ്ടത്. എന്താണ്, ഒരു പേജിൽ ലിമിറ്റഡ് കണ്ടന്റ് വേണം. ദെൻ നെക്സ്റ്റ് പേജിലേക്ക് ഇവിടെ പേജ് നമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പേജിനേറ്റർ യൂസ് ചെയ്യുന്നത്. സോ അതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കാം. പ്രൊഡക്റ്റ് നാബാർ ക്ലോസ് ചെയ്യുന്നുണ്ട്. ദെൻ base.html ക്ലോസ് ചെയ്യുന്നുണ്ട്. category.html ആ ഒരു ഇമേജിന്റെ മുമ്പിലായിട്ട് ഒരു br ടാഗ് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ആ ഒരു സ്പേസിങ് വരാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ കട്ട കുത്തിക്കണേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആ ഒരു സ്പേസിങ് വരുന്നുണ്ട്. എനിക്ക് ആ ഒരു സ്പേസിങ് ഇഷ്ടമാണ്. സോ ഞാനൊരു സ്പേസിങ് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 2 br ടാഗ് കൊടുക്കുന്ന യാതൊരു നിർബന്ധവും ഇല്ല. നമുക്ക് വേണമെങ്കിൽ ഒറ്റ br ടാഗ് കൊടുത്താലും മതി കേട്ടോ. സോ ഇത് 2 ഞാൻ ക്ലോസ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ബ്രൗസ് ചെയ്താൽ മതി, കിട്ടും കേട്ടോ. നെക്സ്റ്റ് നമുക്ക് എന്താണ്, പ്രൊഡക്ട്സിന്റെ കൗണ്ട് കൂട്ടണം. സോ മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് ആഡ് ഓൺ ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഈ പേജിനേറ്റർ ഇംപ്ലിമെന്റ് ചെയ്യാൻ. ക്വറീസ് ഞാൻ പറഞ്ഞുതരാം. സോ അതിന് വേണ്ടിയിട്ട് ഒത്തിരി പേജിനേറ്ററിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഗൂഗിളിൽ പോവുക, സെർച്ച് ചെയ്യാം പേജിനേഷൻ. ഓൺ ഗൂഗിൾ ഡോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നോർമൽ സെർച്ചിങ് ചെക്ക് ചെയ്താലും മതി. ഇവിടെ കണ്ടോ, ഒരു പേജിൽ ഇത്ര കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യാവുന്ന ഒരു ലിമിറ്റേഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൊണ്ടാണ് എന്താണ്, നെക്സ്റ്റ് കണ്ടന്റ് ഇഷ്ടംപോലെ കണ്ടന്റ് വരുന്നുണ്ട്. സോ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, താഴെ നമ്പേഴ്സ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, ഇതേപോലെ നമ്മുടെ പ്രൊഡക്ട്സ് ഒത്തിരി ഉണ്ടെങ്കിൽ ഓരോ പേജിലും ഓരോ ലിമിറ്റഡ് എമൗണ്ട് ഓഫ് നമ്പേഴ്സ്, അല്ലെങ്കിൽ ആ ഒരു പേജിലെ നമ്പർ ഓഫ് പ്രൊഡക്ട്സിനെ നമ്മൾ ലിമിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നത്, പേജിനേറ്റർ യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് നമ്മുടെ പ്രൊജക്റ്റിൽ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് ബാക്ക് ടു നമ്മുടെ ക്വറിയിലേക്ക് വരുവാണ്. ലിങ്ക് കാണിക്കുന്നില്ല അല്ലേ, ഡോക്യുമെന്റ് ഉണ്ടോ, പേജിനേഷൻ സെർച്ച് ചെയ്യുക. അപ്പൊ നമുക്കൊരു ഡോക്ക് ലിങ്ക് ആയിട്ട് വരും. വേണ്ട, ഡോക്ക് ഡോട്ട് Django project.com. പേജിനേറ്റർ സെർച്ച് ചെയ്യാം. ഇവിടെയും നമുക്ക് ക്വറീസ് അവൈലബിൾ ആണ് കേട്ടോ. സോ വേർഷൻ 5.2 ആണ്. കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ വേർഷനിലും എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് അവിടെ വരുന്നുണ്ട്. മൾട്ടിപ്പിൾ വ്യൂ ആയിട്ടാണോ എങ്ങനെയാണോ കൊടുക്കേണ്ടത് അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ് കേട്ടോ. സോ ഓരോ വേർഷനിലും ലിങ്ക്സ് ആയിട്ട് അവൈലബിൾ ആണ്. സോ അത് നോക്കിയിട്ട് എന്ത് ചെയ്യുക, പേജിനേറ്റർ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. പേജിനേഷനാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. സോ ജാങ്കോയിൽ എങ്ങനെ കൊടുക്കുന്നതെന്നൊക്കെ ഉള്ളത് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. സോ നമുക്ക് ഇതേപോലെ ലിസ്റ്റ് ആയിട്ട് കൊടുക്കണോ അല്ലെങ്കിൽ ഏത് ഫോർമാറ്റിലാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. കണ്ടോ, ഫ്രം Django.core.pagenator import pagenator എന്ന് പറഞ്ഞ് കൊടുക്കണം. സോ ഇങ്ങനെയൊക്കെയാണ്, ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വ്യൂവിൽ നമുക്കിത് ആഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾ പ്രൊഡക്റ്റിലാണ് കേട്ടോ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. സോ ബാക്ക് ടു നമ്മുടെ ക്വറിയിലേക്ക് പോകുന്നുണ്ട്. views.css എടുക്കുക, views.py എടുക്കുന്നുണ്ട്. അതിൽ എന്താണ്, ഓൾ പ്രൊഡക്റ്റിലാണ് ഞാനിപ്പോൾ ചേഞ്ചസ് വരുത്താൻ പോകുന്നത്. സോ അതിൽ സി പേജ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ദെൻ പ്രൊഡക്ട്സ്
ഈ പേജ് കഴിഞ്ഞതിന് ശേഷം പ്രൊഡക്ട്സ് ഈക്വൽസ് പ്രൊഡക്റ്റിനെ പ്രൊഡക്ട്സ് ലിസ്റ്റ് ആക്കുന്നുണ്ട്. സോ ഇവിടെ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്താൻ പോവാണ്. പ്രൊഡക്ട്സ് അണ്ടർസ്കോർ ലിസ്റ്റ് ആക്കുന്നുണ്ട്. ദെൻ ഇഫ് സി സെലക്ട് സി പേജ് ഈക്വൽസ് ഗെറ്റ് ഓർ പ്രൊഡക്ട്സ്, ഇവിടെയും പ്രൊഡക്ട്സ് ലിസ്റ്റ് ആക്കുന്നുണ്ട്. ദെൻ അതിനുശേഷം ഒബ്ജക്ട്സ് ഓക്കെ, നമുക്ക് പുതിയത് ഒരെണ്ണം കൂടി ആഡ് ചെയ്യാം. എന്നാലും കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, പ്രൊഡക്ട്സ് നമ്മൾ നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്രൊഡക്ട്സിന്റെ ലിസ്റ്റും കൂടി നമുക്ക് പുതിയതായിട്ട് ആഡ് ഓൺ ചെയ്യാം. സോ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഇവിടെ വേണമെങ്കിൽ നമുക്ക് പ്രൊഡക്ട്സ് ലിസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. എൽസിലും എഫിലും ഒക്കെ നമുക്ക് പ്രൊഡക്ട്സിനെ എല്ലാത്തിനും ഫിൽറ്റർ ചെയ്തെടുക്കണമെങ്കിൽ എടുക്കാൻ പറ്റും. ഒബ്ജക്റ്റ് ഫിൽറ്റർ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെയും ഫിൽറ്റർ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ നെയിംസ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പ്രൊഡക്ട്സ് ലിസ്റ്റ് ഒക്കെ നമുക്കിപ്പോൾ പ്രൊഡക്ട്സ് തന്നെ യൂസ് ചെയ്യാം. സോ എൽസ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പേജിനേറ്റർ യൂസ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ലൈനിൽ എൽസ് കഴിഞ്ഞതിന് ശേഷം, അപ്പോൾ എൽസിന്റെ നേരെ താഴെയായിട്ടാണ് പേജിനേറ്ററിന്റെ ക്വറി നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ത് കൊടുക്കുക, ഫസ്റ്റ് തന്നെ പേജിനേറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. എന്ത് കൊടുക്കുക, പേജിനേറ്റർ ഈക്വൽസ് കൊടുക്കുക പ്രൊഡക്ട്സ് ഡോട്ട് പേജിനേറ്റർ എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ നെയിമാണ് ഫസ്റ്റ് കൊടുക്കേണ്ടത്. സോ പേജിനേറ്റർ ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിന്റെ ഉള്ളിൽ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിൾ എന്ന് പറയുന്നത് എന്താണ്, പ്രൊഡക്ട്സ് ആണ്. കൺഫ്യൂഷൻസ് വരുവാണെങ്കിൽ ഇത് കൊടുക്കുക, ഇത് പ്രൊഡക്ട്സ് ലിസ്റ്റ് ആക്കിയിട്ട് ചേഞ്ച് ചെയ്യാം കേട്ടോ. ഈ വേരിയബിൾ പ്രൊഡക്ട്സ് എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിനെ വേണമെങ്കിൽ എന്താക്കാം, പ്രൊഡക്ട്സ് ലിസ്റ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുവാണ്. തൽക്കാലം ചേഞ്ച് ചെയ്യാം. അണ്ടർസ്കോർ ലിസ്റ്റ് ആക്കുന്നുണ്ട്. ദെൻ എൽസിലും മാത്രമല്ല എൽസിലും ചേഞ്ച് ചെയ്യാം, ലിസ്റ്റ് ആക്കുന്നുണ്ട്. ദെൻ ഇവിടെയും ചേഞ്ച് ചെയ്യാം, പ്രൊഡക്ട്സ് ലിസ്റ്റ് ആക്കുന്നുണ്ട്. കോമ ഇതാണ് എത്ര എണ്ണം വേണമെന്നുള്ളൊരു ഇതും കൂടി കൊടുക്കുക. 6 കൊടുക്കുന്നുണ്ട്. ദെൻ നമ്മൾ എറർ വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഈ ഒരു ക്വറിയിൽ. സോ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, ട്രൈയും എക്സെപ്റ്റും കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ലൈനിൽ പേജിനേറ്ററിന്റെ അവിടെ എറർ വരും. സോ നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ബൾബ് വരും, ക്ലിക്ക് ചെയ്യാം. നമുക്ക് മാനുവലി കൊടുക്കാം. പേജിനേറ്ററിന് നമ്മളവിടെ ബ്രൗസറിൽ കണ്ടല്ലേ. സോ ഇതങ്ങ് കോപ്പി ചെയ്യുന്നുണ്ട്. ഇവിടെ പോവാ, ടോപ്പില് പേസ്റ്റ് ചെയ്യാം. സോ ആ ഒരു എറർ പോയിട്ടുണ്ടാവും. പേജിനേറ്റർ പ്രൊഡക്ട്സ് ലിസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എറർ വരാനുള്ള ചാൻസസ് ഉണ്ട്. എന്ത് ചെയ്താൽ മതി, ഇവിടെ നെയിം ചേഞ്ച് ആക്കി കൊടുത്താൽ മതി. അണ്ടർസ്കോർ ലിസ്റ്റ് ആക്കി കൊടുക്കുക. സോ അത് ആ ഒരു എറർ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി പേജിനേറ്ററിന്റെ ട്രൈ ക്യാച്ച് ആണ് നമുക്ക് കൊടുക്കാനുള്ളത്. സോ ട്രൈ കൊടുക്കുന്നുണ്ട്, ബിക്കോസ് എറർ വരാനുള്ള ചാൻസസ് കൂടുതലാണ് ഇനി വരുന്ന ക്വറീസിൽ. ദെൻ പേജ് കൊടുക്കുക. സോ പേജ് ഈക്വൽസ് ഇത് കൊടുക്കുക, ഇൻറ്റ് ഓഫ് റിക്വസ്റ്റ് ഡോട്ട് ഗെറ്റ് കൊടുക്കുന്നുണ്ട്. ഡോട്ട് ഗെറ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് നമുക്ക് പേജ് ഡിസ്പ്ലേ ചെയ്യണമെന്നുള്ളത് കൊടുക്കുക. സോ പേജ് കോമ സിംഗിൾ കോട്ട്സിൽ 1 കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ കൊടുക്കണം, എക്സെപ്റ്റ് കൊടുക്കാത്തതുകൊണ്ടാണ് അവിടെ എറർ വരുന്നത്. സോ എക്സെപ്റ്റ് കൊടുക്കുക, കോളൻ കൊടുക്കുക, പേജ് ഈക്വൽസ് 1 കൊടുക്കുക. ഓക്കെ,
സോ ട്രൈയും അക്സെപ്റ്റും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഡിഫോൾട്ട് പേജിനെ പേജ് 1 ആക്കിയിട്ട് കൊടുക്കുകയാണ്. എറർ വരുവാണെങ്കിൽ, ഇപ്പോൾ മൾട്ടിപ്പിൾ പേജസ് ഇല്ലാത്ത കേസ് ആണെങ്കിൽ എന്താണ് ഇതേപോലെ ആ ഒരു പേജിന്റെ നമ്പർ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദെൻ അതൊരു വാലിഡ് പേജ് അല്ലെങ്കിൽ നമുക്കൊരു കണ്ടീഷനും കൂടി കൊടുക്കണ്ടേ. സോ അതിന് വേണ്ടിയിട്ട് ഒരു ട്രൈയും കൂടി ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. ഒരു ട്രൈയും കൂടി ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. കൊടുക്കാം products equals pagenator dot page, then function brackets ഉള്ളിൽ ആ പേജ് വേരിയബിളിനെ പാസ് ചെയ്യാം. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ലൈനിൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് എക്സെപ്റ്റ് കൊടുക്കുക. എക്സെപ്റ്റിൽ നമ്മൾ ബ്രാക്കറ്റ്സിൽ കൊടുക്കുന്നത് നമുക്ക് എം ടി പേജ് ആണെങ്കിൽ, അതേപോലെ തന്നെ ഇൻവാലിഡ് പേജ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്താണ് പേജിനേറ്റർ നമ്പേഴ്സ് നമുക്ക് അറിയണമല്ലോ. സോ എം ടി പേജ് കോമ ഇൻവാലിഡ് പേജ്, ദെൻ കോളം കൊടുക്കാൻ മറക്കരുത്. ദെൻ നെക്സ്റ്റ് ലൈനിൽ എന്ത് കൊടുക്കാം, പ്രൊഡക്ട്സ് ഈക്വൽസ് paginator dot page function brackets ഉള്ളിൽ paginator dot num underscore pages കൊടുക്കാം. ഓക്കെ, നം പേജസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പേജസ് ആണ് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ കയറി വരാനുള്ള ചാൻസ് ഉണ്ട്. എം ടി പേജിൻ്റെ അവിടെയും ഇൻവാലിഡ് പേജിൻ്റെ അവിടെയും എറർ കാണുന്നുണ്ട്. സോ നമുക്കത് ക്ലിയർ ചെയ്യണം. സോ ബാക്ക് ടു നമ്മുടെ ബ്രൗസറിലേക്ക് പോകുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. എം ടി പേജ് നമുക്ക് സെർച്ച് ചെയ്യാം. സോ അതിൻ്റെ ഇമ്പോർട്ട് ഇവിടെ കിട്ടും. ടോപ്പിൽ സ്ക്രോൾ ചെയ്യുക. പേജിനേറ്റർ ഇമ്പോർട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇതേപോലെ ടോപ്പിക്ക് സ്ക്രോൾ ചെയ്ത് പോവുക. പേജിനേറ്റർ ക്ലാസ്സിൽ ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ മെത്തേഡ്സ് പേജിനേറ്ററിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. സോ അതൊക്കെ ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. ഇതിനായിട്ട് ടോപ്പിക്ക് പോകുക. പേജിനേറ്റർ ക്ലാസ്സിനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിനകത്ത് നിന്ന് ഞാൻ സെർച്ച് ചെയ്ത് പോകുമ്പോഴും നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് കിട്ടും. നെക്സ്റ്റ് പേജ് നമ്പർ വേണമെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ നിങ്ങൾക്ക് കൊടുക്കാം. സ്റ്റാർട്ടിങ് ഇൻഡെക്സ് ആണെങ്കിൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എക്സെപ്ഷൻ ഇൻവാലിഡ് പേജ് ഒക്കെ ആണെങ്കിൽ ഫുൾ എക്സെപ്ഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇൻവാലിഡ് പേജ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എക്സെപ്ഷൻസ് ഒക്കെ ഉണ്ട്. ദെൻ പേജ് ക്ലാസ് മെത്തേഡ്സ് ഉണ്ട്. ഒത്തിരി ഉണ്ട് നമുക്ക് അവൈലബിൾ ആയിട്ട്. സോ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ കറസ്പോണ്ടിങ് സോഴ്സ് എടുത്തിട്ടുണ്ട്. സോ ക്ലാസ് പേജിനേറ്ററിൻ്റെ ഉള്ളിൽ ഏതൊക്കെയാണ് മെത്തേഡ്സ് വരുന്നത് നമുക്കുള്ളത് നമുക്കിവിടെ അവൈലബിൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇമ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ബ്രൗസ് ചെയ്തെടുത്താലും മതി.
ഓക്കെ, ബാക്ക് ടു ബ്രൗസറിലേക്ക് പോവാം. ദെൻ ഏറ്റവും ടോപ്പിക്ക് പോവാം. പേജിനെ ഇത്ര ഇമ്പോർട്ട് ചെയ്തോട്ട് തന്നെ ഫോമിട്ട് കൊടുക്കുക. എം ടി പേജ് കൊടുക്കുക. അതേപോലെ ഇൻവാലിഡ് പേജും ഇവിടെ തന്നെ കൊടുക്കുക കേട്ടോ. നമ്മൾ ആ ഒരു ഇമ്പോർട്ട്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു എറർ ഇപ്പോൾ പോയിട്ടുണ്ടാവും. യെസ്, ഇൻവാലിഡ് പേജിൻ്റെയും അതേപോലെ എം ടി പേജിൻ്റെയും എറർ ഇപ്പോൾ പോയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കാറ്റഗറിയിൽ നമ്മൾ ഫോർ ലൂപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ. സോ ആ ഒരു ഫോർ ലൂപ്പിൽ നമുക്ക് പ്രൊഡക്ട്സിനെ അതിൻ്റെ ഒബ്ജക്റ്റ് ലിസ്റ്റ് ആയിട്ട് വേണം പാസ് ചെയ്യാനായിട്ട്. ബിക്കോസ് നമ്മളിപ്പോൾ ഈ ഒരു പേജിൻ്റെ കാര്യങ്ങളൊക്കെ അല്ലേ നമ്മൾ പാസ് ചെയ്യുന്നത്. നമുക്ക് അതൊന്ന് കറക്റ്റ് ചെയ്യാനുണ്ട്. സോ കാറ്റഗറിക്ക് പോവാം. അവിടെ ഫോർ ലൂപ്പ് ഉണ്ടാവും കാറ്റഗറിയിൽ. ഫോർ ഐ ഇൻ പ്രൊഡക്ട്സ് ഡോട്ട് എന്ത് കൊടുക്കുക, ഒബ്ജക്റ്റ് അണ്ടർസ്കോർ ലിസ്റ്റും കൂടി കൊടുക്കാനുണ്ട്. ഒബ്ജക്റ്റ് അണ്ടർസ്കോർ ലിസ്റ്റ് കൊടുക്കുക. ദെൻ ബാക്കി നമുക്ക് ഔട്ട്പുട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഡിസൈഡ് ചെയ്യാം. ഇവിടെ നമ്മൾ ഒബ്ജക്റ്റ് ലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. ദെൻ വ്യൂസിൽ നമ്മൾ ചെറിയ ചേഞ്ചസ്, 2 ട്രൈ എക്സെപ്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ പേജിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഇനി ഇത് മെയിൻലി ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റിൽ എന്ത് വേണം, അത്രയും പ്രൊഡക്ട്സ് വേണം. സോ അത് മസ്റ്റായിട്ടും ഇമ്പോർട്ട് ചെയ്തിരിക്കണം. ഇതിലിപ്പോൾ ഒന്നും കാണിക്കാൻ ചാൻസസ് ഇല്ല. നമുക്ക് നോക്കാം. പ്രൊഡക്ട്സ് ഒന്നും ഇപ്പോൾ ഡിസ്പ്ലേ ആവുന്നില്ല. സോ നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യാനുണ്ട്. ഇതാണ് പ്രൊഡക്ട്സ്. ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് ലിസ്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. സോ അത് മാറ്റിയിട്ട് പ്രൊഡക്ട്സ് ആക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഒന്നും കൂടി ഒന്ന് റിഫ്രഷ് ചെയ്യാം. ബ്രൗസറിൽ പോവാം. ഒന്നും കൂടി റിഫ്രഷ് ചെയ്ത് നോക്കാം. സോ ഐറ്റംസ് പ്രോപ്പറായിട്ട് ഡിസ്പ്ലേ ആവുന്നുണ്ട്. ബട്ട് താഴെ നമുക്ക് ഐക്കൺസ് ഒന്നും വരുന്നില്ല. എഗെയിൻ നമുക്ക് ചെറിയ സ്റ്റൈലിങ് ചെയ്യാനുണ്ട്. സോ എന്നിട്ട് നമുക്ക് ഫൈനലൈസ് ചെയ്യാം. സോ നമുക്ക് അവിടെ ഒരു ഇഫ് കണ്ടീഷൻ കൊടുക്കണം. സോ നമ്മുടെ ആ നമ്പേഴ്സ് ഡിസ്പ്ലേ ചെയ്യണ്ടേ. സോ അതിന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കുക, ഒരു എൻഡ് 4 കഴിഞ്ഞതിന് ശേഷം, ഫോർ ലൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻഡ് 4 കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു പുതിയൊരു ഡിവ് കൂടി ആഡ് ഓൺ ചെയ്യാം. എന്ത് കൊടുക്കാം, ഒരു ഡിവ് കൊടുക്കാം. എൻഡ് 4ന്റെ ആ ഒരു ഡിവ് കഴിഞ്ഞിട്ട് കൊടുക്കാം അല്ലേ. ഓക്കെ, എൻഡ് 4 കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡിവ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, പേജ് നേറ്ററിന്റെ ക്വറി നമ്മൾ ആഡ് ഓൺ ചെയ്യാൻ പോവാണ്. സോ നമുക്ക് പുതിയൊരു ഡിവ് ടാഗ് ആണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഡിവ് ദെൻ ക്ലാസ് കൊടുക്കുന്നുണ്ട്. ബിക്കോസ് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായുള്ളൂ. സോ ഒരു ക്ലാസ് കൊടുക്കുന്നുണ്ട്. എക്സ് ഓട്ടോ കൊടുക്കുന്നുണ്ട്. ദെൻ ബി ആർ ടാഗും ഇതൊന്നും ഞാൻ കൊടുത്തിട്ടില്ല. സോ ഇതൊക്കെ ഞാൻ കളയുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ക്ലാസ് കൊടുത്തു, സിമ്പിളായിട്ട് ഒരു ഡിവ് കൊടുത്തു, അതിൻ്റെ കറസ്പോണ്ടിങ് ക്ലാസ് കൊടുത്തു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഇഫ് കണ്ടീഷൻ ആണ് കൊടുക്കാൻ പോകുന്നത്. സോ ജിൻജാർ മെത്തേഡിൽ ഒരു ഇഫ് കണ്ടീഷൻ കൊടുക്കുവാണ്. കേർലി ബ്രാക്കറ്റ്സ് കൊടുക്കുക, പെർസെൻറ്റേജ് സിമ്പിൾ ഇത് കൊടുക്കുക. ഇഫ് പ്രൊഡക്ട്സ് ഡോട്ട് പേജിനേറ്റ് dot num underscore pages greater than 1 ആണെങ്കിൽ എന്ത് വേണം, നമുക്ക് ആ ഒരു ഡിവിൽ ആ ഒരു ടെക്സ്റ്റ് കണ്ടന്റ് കാണിക്കണം അല്ലേ. സോ അത്രയും ഐറ്റംസ് നെക്സ്റ്റ് ഡേക്ക് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തോളൂ. പുതിയൊരു ഡിവ് ആഡ് ചെയ്യുന്നുണ്ട്. ഡിവ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. ക്ലാസ് ഈക്വൽസ് എന്ത് കൊടുക്കുന്നുണ്ട്, ടെക്സ്റ്റ് സെൻറ്റർ ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ബിക്കോസ് പേജ് നേറ്റ് എന്ന് പറയുമ്പോൾ അത് സെൻറ്ററിൽ തന്നെ കൊടുക്കണമല്ലോ. സോ ഇത് കൊടുക്കുന്നുണ്ട്. യുവൽ ടാഗ് ഒന്നും ഞാൻ കൊടുക്കുന്നില്ല. ജസ്റ്റ് ആ ഡിവ് ടാഗിൻ്റെ ക്ലാസ് എന്ന് പറയുന്നത്
ടെക്സ്റ്റ് സെന്റർ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ആങ്കർ ടാഗ് ആണ് ആഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ ആ ഒരു ലിങ്ക്, ആ ഒരു ടെക്സ്റ്റ് കണ്ടന്റ് കൊടുക്കുന്ന അല്ലെങ്കിൽ ആ ഒരു നമ്പർ നമ്മളൊരു ഫോർ ലൂപ്പിലാണ് കൊടുക്കുന്നത്. ദെൻ അതൊരു ലിങ്ക് ആയിട്ട് എന്ത് കൊടുക്കുക, നമുക്ക് ആഡ് ഓൺ ചെയ്യണമല്ലോ. സോ അതിന് വേണ്ടിയിട്ട് കേർലി ബ്രാക്കറ്റ്സ് പെർസെൻറ്റേജ് സിമ്പിള് എന്ത് കൊടുക്കുക, ഫോർ പി ജി, അതായത് പേജിൻ്റെ കേട്ടോ, പേജിൻ്റെ ഒരു വേരിയബിൾ ആണ് നമ്മൾ പി ജി എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്യുന്നത്. സോ പ്രൊഡക്ട്സ് ഡോട്ട് പേജിനേറ്റർ ഡോട്ട് പേജ് അണ്ടർസ്കോർ റേഞ്ച് എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. പേജിൻ്റെ റേഞ്ച് ആണ് നമ്മളവിടെ ചെക്ക് ചെയ്ത് നോക്കുന്നത്. ദെൻ നെക്സ്റ്റ് ലൈനിൽ ആങ്കർ ടാഗ് കൊടുക്കുന്നുണ്ട്. എച്ച് റഫിൻ്റെ ഉള്ളിൽ ടു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക, പേജ് ഈക്വൽസ് ഡബിൾ കേർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ പി ജി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം അതിനൊരു ക്ലാസ്സും കൂടി ആഡ് ചെയ്യാം. സോ ക്ലാസ് എന്ത് കൊടുക്കുന്നുണ്ട്, ബി ടി എൻ ഹൈഫൺ ലൈറ്റ് BTN ഹൈഫൺ SM എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് ക്ലാസ്. അതായത് നമുക്കൊരു ഇഫ് കണ്ടീഷനും കൂടി കൊടുക്കണം. സോ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇഫ് കണ്ടീഷൻ കൊടുക്കുകയാണ് കേട്ടോ. സോ ഒരു സ്പേസ് ഇട്ടിട്ട് കേർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ പെർസെൻറ്റേജ് സിമ്പിൾ സ്പേസ് ഇഫ് എന്ത് കൊടുക്കുക, പ്രൊഡക്ട്സ് സ്പെല്ലിംഗ് കറക്റ്റ് ആക്കണം. സോ പ്രൊഡക്ട്സ് ഡോട്ട് നമ്പർ ഈക്വൽസ് പി ജി കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ഇതെടുക്കുക, ആക്റ്റീവ് കൊടുക്കുന്നുണ്ട്. കേർലി ബ്രാക്കറ്റ്സ് പെർസെൻറ്റേജ് സിമ്പിള് ആക്റ്റീവ് കഴിഞ്ഞതിന് ശേഷം എൻഡ് എഫ് കൊടുക്കുക. ദെൻ എന്ത് ചെയ്യുന്നുണ്ട്, ആ പേജ് നമ്പർ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഡബിൾ കേർലി ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ പി ജി കൊടുക്കുക. ദെൻ നമ്മുടെ ഫോർ ലൂപ്പ് നമുക്ക് അവിടെ എൻഡ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ഒരു ഫോർ ലൂപ്പ് കൊടുത്തിട്ടുണ്ടായില്ലേ. സോ ടാഗ് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, കേർലി ബ്രാക്കറ്റ്സ് എൻഡ് ഫോർ കൊടുക്കുക. എൻഡ് ഫോർ കഴിഞ്ഞതിന് ശേഷം ആ ഡിവിൻ്റെ ക്ലോസിങ് വരുന്നുണ്ട്. സോ നമുക്കത് അവിടെ കാണാൻ പറ്റും. ഇവിടെ ആ ഡിവിൻ്റെ ക്ലോസിങ് വരുന്നുണ്ട്. ദെൻ നമ്മുടെ ഇഫ് കണ്ടീഷൻ നമ്മൾ ക്ലോസ് ചെയ്തിട്ടില്ല. സോ നെക്സ്റ്റ് ലൈനിൽ കേർലി ബ്രാക്കറ്റ്സ് എൻഡ് ഫോർ കൊടുക്കുക. ഓക്കെ, ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ഡിവ് കൊടുക്കുക. നെക്സ്റ്റ് ഡിവിൻ്റെ ക്ലോസിംഗ് ഒക്കെ വരുന്നുണ്ട്. വേണമെങ്കിൽ ഇവിടെ ഒരു BR ടാഗും കൂടി ആഡ് ഓൺ ചെയ്യാം. ജസ്റ്റ് സ്റ്റൈലിങ്ങിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്താൽ മതി. ദെൻ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് റൺ ചെയ്ത് ബിക്കോസ് നമ്മൾ അതിൻ്റെ ക്വറീസ് കൊടുത്തിട്ടുണ്ടായില്ലല്ലോ കണ്ടന്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ആ ഒരു ഇഷ്യൂ വരും. ഇതിപ്പോൾ മൾട്ടിപ്പിൾ ഐറ്റംസ് ഇല്ലാത്തതുകൊണ്ടാണ്. സോ എന്ത് ചെയ്യാം, നമുക്ക് അതിൽ അഡ്മിനിൽ കയറിയിട്ട് ഐറ്റംസിനെ ആഡ് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. സോ 127 അഡ്മിൻ്റെ സൂപ്പർ യൂസർ ക്രിയേറ്റ് ചെയ്തത് യൂസ് ചെയ്യാം കേട്ടോ. അഡ്മിൻ അഡ്മിൻ തന്നെയല്ലേ നമ്മൾ സൂപ്പർ യൂസർ കൊടുത്തതെന്ന് ക്രോസ് ചെക്ക് ചെയ്യേണ്ടി വരും കേട്ടോ. ഐ തിങ്ക് 1 2 3 ആണ്, 1 2 3 4 ആണ് ഞാൻ കൊടുത്തിരുന്നത്. എറർ വന്നിട്ടുണ്ട്. സോ
back to our browser. ഹെൽപ്പ് കൊടുക്കുന്നുണ്ട്. ഏറ്റവും ടോപ്പിക്ക് പോവാം. ഞാൻ ചേഞ്ച് പാസ്വേഡ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ചേഞ്ച് പാസ്വേഡ് കൊടുക്കുന്നുണ്ട്. HP യൂസർ ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ് കാണിക്കുന്നത്. തൽക്കാലത്തേക്ക് ഞാൻ പുതിയൊരു സൂപ്പർ യൂസർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ക്രിയേറ്റ് സൂപ്പർ യൂസർ കൊടുക്കുന്നുണ്ട്. admin@gmail.com. then ഒന്നുകൂടെ റൺ ചെയ്യുന്നുണ്ട്. ബ്രൗസറിൽ പോവാം. റിഫ്രഷ് ചെയ്യാം. 1 2 3 4 കൊടുക്കുന്നത് ഇവിടെ ലോഗിൻ ചെയ്യുന്നുണ്ട്. URL ചേഞ്ച് ആവുന്നുണ്ട്. പേജ് നെറ്റർ ഒന്നും ആഡ് ആയിട്ടില്ല. ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പേജിൽ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. അഡ്മിൻ കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് പേജ് എനിവേ അഡ്മിൻ 1 2 3 4. Okay, case sensitive, note that both field may have case sensitive. Okay, case sensitive ആണെന്ന് പറയുന്നുണ്ട്. കുറച്ച് മുമ്പ് ക്രിയേറ്റ് ചെയ്ത ഓക്കെ എ അഡ്മിൻ്റെ എ അപ്പർ കേസ് ആയിരുന്നു. ഓക്കെ, സോ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ലോഗിൻ ചെയ്യാം. ഓക്കെ, സോ നമ്മൾ അഡ്മിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സൈറ്റ് വ്യൂ ചെയ്യണമെങ്കിൽ വ്യൂ ചെയ്യാം. പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അവിടെ ടോപ്പിൽ റൈറ്റ് ടോപ്പിൽ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ പാസ്വേഡ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഫോണിൻ്റെ പാസ്വേഡ് കൊടുത്തിട്ട് നമുക്ക് പുതിയ പാസ്വേഡ് വേണമെങ്കിൽ ആഡ് ഓൺ ചെയ്യാം. അതേപോലെ നമുക്കിനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കാറ്റഗറി ആഡ് ചെയ്യണം. കറൻ്റ്ലി ഉള്ള കാറ്റഗറിയിൽ നമ്മൾ കുറച്ച് 1-2 കാറ്റഗറി ആഡ് ചെയ്തിട്ടുള്ളൂ. എന്ത് ചെയ്യുക, നെക്സ്റ്റേക്ക് കുറച്ച് മൾട്ടിപ്പിൾ കാറ്റഗറീസ് ഒന്ന് ആഡ് ഓൺ ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഇവിടെ 3-4 ഐറ്റംസേ കിടക്കുന്നുള്ളൂ. സോ കുറച്ചും കൂടി ഐറ്റംസ് ആഡ് ഓൺ ചെയ്യുക കേട്ടോ. സോ എന്നാൽ അതിൽ നമുക്ക് പേജ് നെറ്റിൻ്റെ വർക്കിംഗ് പ്രോപ്പർ ആണോ അല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. സോ 2-3 കാറ്റഗറിയും കൂടി നമുക്ക് ആഡ് ഓൺ ചെയ്യാം. സോ ഞാനിവിടെ ഓക്കെ ക്ലോത്ത്സ് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് കാറ്റഗറി എന്ന് പറയുന്നത് ക്ലോത്ത്സ് മെറ്റീരിയൽ വൈസ് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഐറ്റം വൈസ് വേണമെങ്കിൽ കാറ്റഗറി ആഡ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ഇഷ്ടമുള്ളൊരു കാറ്റഗറി കൊടുക്കാം. ഞാനിപ്പോൾ കോഡ് സെറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്.
അതിൻ്റെ ഡിസ്ക്രിപ്ഷനായിട്ട് ജസ്റ്റ് ഒന്ന് ബ്രൗസ് ചെയ്തെടുക്കുക. നീ ജസ്റ്റ് നോക്കുക, ഏതെങ്കിലും ഒരെണ്ണം ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാം. ഒരു ഇമേജിനോട് ലോഡ് ചെയ്യുന്നുണ്ട്. ഇമേജ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസ്ക്രിപ്ഷനും കൂടി ആഡ് ചെയ്യണം. അതേപോലെ കുറച്ചും കൂടി എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ എന്തെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. കോപ്പി ചെയ്യുന്നുണ്ട്, അതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ദെൻ സേവ് ചെയ്യുന്നുണ്ട് കാറ്റഗറി. ദെൻ പ്രൊഡക്ട്സ് ആഡ് ചെയ്യുക, അതിൻ്റെ കറസ്പോണ്ടിങ് പ്രൊഡക്ട്സും കൂടി ആഡ് ചെയ്യുക. ഇന്നത്തേക്ക് നമ്മൾ ഇത്രയാണ് ചെയ്തത്. നമ്മൾ പേജ് നെറ്റർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് ചെക്ക് ചെയ്ത് നോക്കണം. അത് നമുക്ക് കുറച്ച് കാറ്റഗറിയും അതേപോലെ തന്നെ കുറച്ച് പ്രൊഡക്ട്സും വേണം. ഇനി നെക്സ്റ്റ് ടാസ്ക് അതാണ്. സോ ഏതെങ്കിലുമൊക്കെ കാറ്റഗറിയിൽ എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് വയ്ക്കുക ഐറ്റംസിന്. കംപ്ലീറ്റ് ഒരു 20+ മിനിമം ഒരു 25 ഒരു 30 പ്രൊഡക്ട്സിനെയും അതേപോലെ തന്നെ അതിനനുസരിച്ചിട്ട് കാറ്റഗറീസിനെയും ആഡ് ഓൺ ചെയ്ത് വയ്ക്കുക കേട്ടോ. സോ ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എല്ലാ ഐറ്റംസും എല്ലാതും ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു പോർഷനിലേക്ക് നമുക്ക് എന്ത് കൊണ്ടുവരണം, പ്രൊഡക്ട്സിനെ ആഡ് ചെയ്തിട്ട് പേജിനിട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് പ്രൊഡക്ട്സ് പേജിലും കൂടി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കത് ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. ഓൾ കൊടുക്കുന്നുണ്ട്. തന്നെ ഇതിൽ ടൈപ്സ് ചുമ്മാ സെർച്ച് ചെയ്യുന്നുണ്ട് തൽക്കാലം. വേറെ കാറ്റഗറീസ് ആഡ് ചെയ്യാം. കിഡ്സ് വെയർ ആഡ് ചെയ്യുന്നുണ്ട്. കാറ്റഗറീസ് ഇല്ലല്ലോ അല്ലേ. സോ കാറ്റഗറി ഒരെണ്ണം ആഡ് ചെയ്യാം. കിഡ്സ് വെയർ കൊടുക്കുന്നുണ്ട്. അതിനെ പറ്റി കാറ്റഗറിക്ക് പറ്റിയൊരു ഇമേജ് നോക്കുക. ഒരു ഇമേജിന് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യണം. ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്യണമെന്ന് കമ്പൽസറി അല്ല, ബട്ട് സ്റ്റിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ്ലി ആഡ് ചെയ്യണതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. സോ അത് കോപ്പി ചെയ്യുന്നുണ്ട്, കാറ്റഗറിയിൽ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഡമ്മി കണ്ടന്റ് കൊടുക്കാം കേട്ടോ. ദെൻ സേവ് ചെയ്യുന്നുണ്ട്.
സോ കിഡ്സ് വെയർ നമ്മൾ കാറ്റഗറി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്ട്സ് ആഡ് ചെയ്യാം. ഇവിടെ കാറ്റഗറി ഉണ്ട്, അതൊരു കൈൻഡ് ഓഫ് കോഡ് സെറ്റ് ആണ്. ദെൻ ഇമേജ് ആഡ് ചെയ്യുന്നുണ്ട്. കിഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കിഡ്സ് അല്ലല്ലോ, കിഡ്സ് അല്ല, ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. ഇതേപോലെ കുറച്ച് കാറ്റഗറീസ് ആഡ് ചെയ്ത് വെക്കാം കേട്ടോ. കോഡ് ഒരു HTML ഫയലായിട്ടാണ് ഡൗൺലോഡ് ആയിരിക്കുന്നത്. നമ്മളതല്ലല്ലോ കൊടുത്തത്. അതും വെബായിട്ട് തന്നെയാണ് എടുക്കുന്നത്. നമുക്ക് നോക്കാം ആഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഫയൽ പോവാ, കൊടുത്തിട്ടുണ്ട്. ദെൻ എത്ര സ്റ്റോക്സ് ഉണ്ടെന്നുള്ളത് കൊടുക്കുക. 45 കൊടുക്കുന്നുണ്ട്. നെയിം കോഡ് സെറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. കളർ വരാനുള്ള ചാൻസസ് ഉണ്ട്. റെഡ് കോഡ് സെറ്റിന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. പ്രൈസ് 299 കൊടുക്കുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനും കൂടി ആഡ് ചെയ്യാം. ഈ ഒരു സംഭവം ഞാൻ കോപ്പി ചെയ്തിടുന്നുണ്ട്. പേസ്റ്റ് ചെയ്യാം. സേവ് ചെയ്യാം. റെഡ് കോഡ് സെറ്റ് ആഡ് ആയിട്ടുണ്ട്. അതേപോലെ കുറച്ച് ഐറ്റംസ് സേവ് ചെയ്ത് വെക്കാം കേട്ടോ. അത് നമ്മുടെ ആ ഒരു പേജിനായിട്ട് കംപ്ലീറ്റ്ലി നമുക്ക് എന്ത് ചെയ്യണം, വിസിബിൾ ആവണം. നമ്മുടെ പേജ് ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. റീസെന്റ് ആഡ് ചെയ്ത വാല്യൂ ഒക്കെ വരാൻ ചാൻസസ് ഉണ്ട്. ഇവിടെ പ്രൊഡക്ട്സ് ഓക്കെ, ആ ഒരു ഇമേജിന്റെ ഇഷ്യൂ ആയിരിക്കണം മേ ബി. നമുക്കത് ക്ലിയർ ചെയ്ത് പോവാം കേട്ടോ. ഇതേപോലെ ഓരോന്നും ഇമേജസ് ആഡ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യുക. അതൊന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, വെബ് ആയതുകൊണ്ടായിരിക്കണം മേ ബി എറർ വന്നിട്ടുണ്ടാവുക. സോ ആ ഒരു ഇമേജിനെ എഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇവിടെ വേണമെങ്കിൽ വേറെ ഇമേജ് കൊടുക്കാൻ പറ്റും. സോ അതിൽ നിന്ന് വേറൊരു ഇമേജ് ഡൗൺലോഡ് ചെയ്തിട്ട് ആഡ് ഓൺ ചെയ്യാം കേട്ടോ. മേ ബി അതായിരിക്കണം ഇഷ്യൂ. സോ നെക്സ്റ്റേക്ക് മിനിമം ഒരു 25 ഇമേജസ് മീൻസ് പ്രൊഡക്ട്സ് ആഡ് ചെയ്തിട്ട് പേജിനേറ്റർ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അത് ആ വെബ് ആയതുകൊണ്ടാണ് ആ ഒരു ഇഷ്യൂ വന്നത് ഇമേജിന്. നോർമൽ ഏത് ഫയലാണെങ്കിലും ഇഷ്യൂസ് ഇല്ല. JPG PNG ഏതാണെങ്കിലും ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. വെബ് ആയതുകൊണ്ട് ആ ഒരു ഇഷ്യൂ റിഫ്ലക്ട് ചെയ്യുന്നതാണ്. എന്ത് ചെയ്യുക, വേറെ ഇമേജ് കൊടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ആ വാല്യൂ അങ്ങനെ മാറിക്കോളും. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാം. ഇന്നത്തെ സെഷൻ ഞാൻ മൈൻഡ് അപ്പ് ചെയ്യുവാണ് കേട്ടോ. താങ്ക് യു. പേജിനായിട്ടുണ്ട് ടോപ്പിക്ക് ഞാൻ ഒന്നും കൂടി നെക്സ്റ്റ് എടുത്തുതരാം.